ഡി മണിക്ക് ക്ലീൻ ചിറ്റ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് ബന്ധമില്ലെന്ന് SIT. രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണത്തിന് തെളിവില്ലെന്നാണ് SIT പറയുന്നത്. തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. ബിനിൽ ചേർന്നു വിശദവിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഡി മണിയെ പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് എത്തിയത് രമേശ് ചെന്നിത്തലയോട് വ്യവസായി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരുന്നല്ലോ. അതുമായി ചേർന്ന് വിശദ അന്വേഷണത്തിന് SIT തയ്യാറെടുത്തിരുന്നു. മാത്രവുമല്ല, എന്തൊക്കെയോ നിർണായകമായ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന വിശ്വാസവും SIT ഉണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകാനുണ്ടായ കാരണം എന്താണ്? മോത്തി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളവരുണ്ടെന്നും അത് സംബന്ധിച്ച ഒരു നിർണായക വിവരം ഒരു വ്യവസായി തന്റെ അടുത്ത് വെളിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വരികയും അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ വലിയ ബോംബായി പൊട്ടിക്കുന്നതും SIT തന്നെ വിളിപ്പിക്കുന്നുവെന്ന് അറിയിക്കുകയും SIT ഓഫീസിൽ ഇഞ്ചക്കലിലെ ഓഫീസിലെത്തി മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ തെളിവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇത് സംബന്ധിച്ച ഒരു വ്യവസായി നൽകിയ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ്. അങ്ങനെ ആ വ്യവസായിയുടെ വിവരങ്ങൾ അദ്ദേഹം അന്വേഷണ സംഘത്തിന് കൈമാറി. അവിടെ നിന്നുള്ള അന്വേഷണത്തിലാണ് ഡിണ്ടിഗലിലെത്തുകയും ഡി മണി എന്ന പേരിൽ ഒരാളെ കണ്ടെത്തുകയും അയാളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഡിണ്ടിഗലിൽ SIT കണ്ടെത്തിയ മണിക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അത് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലടക്കം നടത്തിയ അന്വേഷണത്തിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വ്യക്തിക്ക് ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായിട്ട് ഒരു വിവരവും ലഭ്യമായിട്ടില്ല എന്നതാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലടക്കം ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം തന്നെ നടത്തി. പക്ഷേ ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ ഡി മണിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ച് ഉന്നയിച്ച ആരോപണങ്ങളെ പൂർണ്ണമായും SIT തള്ളിയിരിക്കുന്നു. അതായത് ഇത്തരത്തിലൊരു വ്യവസായിക്ക് നൽകിയ വിവരം അല്ലെങ്കിൽ വ്യവസായി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ ഡി മണിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ വിഗ്രഹ കടത്തുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് SIT ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപാടുകളും ഇവർ തമ്മിൽ ഉള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഡി മണിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഈ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ പോലും മറ്റു പലരുടെയും പേരിലുള്ളതാണ് എന്ന്. യാതൊരു തിരിമറികളും നടത്താത്ത ഈ പറഞ്ഞതുപോലെ വളരെ ശുദ്ധനായ ഒരാൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ഫോൺ നമ്പറുകളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകണം? എന്തൊക്കെയാണ് ഇയാൾ നടത്തുന്ന ബിസിനസ്സുകൾ? ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടായിരിക്കും ഈ വ്യവസായി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്? വ്യവസായിയുടെ പക്കൽ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് എന്നായിരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല അടക്കം വെളിപ്പെടുത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമർപ്പിച്ച തെളിവുകളൊന്നും ഇയാളെ സംശയിക്കുന്നതിന് സാധ്യമായതല്ലെന്നാണോ SIT പറയുന്നത്? നമ്മളിപ്പോൾ SITയുടെ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡിണ്ടിഗലിൽ കണ്ടെത്തിയ ഡി മണി എന്ന് പറയുന്നയാൾക്ക് ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി SITക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ ആരോപണം ഉന്നയിച്ച രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായിയും, അതായത് പ്രവാസിയായ വ്യവസായിയുമാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തേണ്ടത്. രമേശ് ചെന്നിത്തല ഇതുവരെ ആരാണ് തന്നോട് ആ വിവരം നൽകിയ പ്രവാസി വ്യവസായി എന്ന് പൊതുമധ്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി രമേശ് ചെന്നിത്തല പറയട്ടെ ആരാണ് ആ വ്യവസായി, അല്ലെങ്കിൽ ആ വ്യവസായി പറയട്ടെ തന്റെ കൈവശമുള്ള തെളിവുകൾ എന്താ എന്നത്. അതാണ് ഇനി പൊതുസമൂഹം കാത്തിരിക്കുന്നത്. എന്തായാലും SITയുടെ അന്വേഷണത്തിൽ ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ഈ ഡിണ്ടിഗലിലുള്ള മണിക്ക് ഇതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായി അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ബിനിൽ, നമ്മൾ രമേശ് ചെന്നിത്തലയുമായി ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ലഭ്യമല്ല. പിന്നീട് രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്ന വിവരങ്ങൾ, ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, വ്യവസായി തന്നോട് വെളിപ്പെടുത്തിയ വിവരങ്ങൾ തെളിവുകൾ സഹിതം SITക്ക് മുന്നിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നു. SITക്ക് മുന്നിൽ മൊഴി നൽകാനും പോയിരുന്നു. തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഡി മണി എന്നയാൾക്ക് ഇതുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികളുമായി ഇപ്പോൾ ഡിണ്ടിഗലിലുള്ള ഡി മണിക്ക് ബന്ധമില്ല എന്നതാണ്.